ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സെക്കൻഡ് സമയം കൊണ്ട് പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു ചങ്ങല കൊണ്ട് ഇത്രയും വലിയൊരു ആനേനെ എങ്ങനെയാണ് കെട്ടിയിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റുന്നത്? അതായത് കുഞ്ഞുനാളിൽ ആന ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മൈൻഡിൽ കാലുള്ള ഒരു കയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മൈൻഡിൽ ഫീഡ് ചെയ്തൊരു സാധനമുണ്ട്, ഇനി നിനക്ക് എങ്ങോട്ടേക്കും പോകാനായിട്ട് സാധിക്കൂല, ഈ ഒരു കയറുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഈ ഒരു ചങ്ങല കൊണ്ട് നിനക്ക് ഓടാനായിട്ട് പറ്റാത്ത വണ്ണം അത്രയും സ്ട്രോങ് ആണ് ഈ കയർ അല്ലെങ്കിൽ ഈ ചങ്ങല എന്നുള്ളത്. അതതിൻ്റെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞുപോയി. ഇപ്പം അത് ഒരുപാട് വലുതായി, വലിയ ആനയായി. വേണമെന്ന് വെച്ചാൽ സെക്കൻഡ് സമയം കൊണ്ട് അത് പൊട്ടിച്ചിട്ട് അതിന് ഓടാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് ആ കഴിവുണ്ട് എന്നുള്ളത് അതിന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ചങ്ങല കാലിലുണ്ട്, എനിക്ക് ഓടാനായിട്ട് സാധിക്കൂല എന്നുള്ളത്. അതുപോലെയാണ് നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഉള്ളിലുള്ള ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്തോ ആണ്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ട്, എനിക്ക് എവിടേക്കോ എത്താനായിട്ട് സാധിക്കും, പക്ഷെ എനിക്ക് എവിടെയും എത്താനായിട്ട് പറ്റുന്നില്ല, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറേ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളറിയാതെ ഫീഡഡ് ആയിട്ടുള്ള എന്നെ കൊണ്ട് സാധിക്കൂല എന്നുള്ള ആ ഒരു തോട്ടാണ് നിങ്ങളുടെ എങ്ങനെ പുറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, എങ്ങനെയാണ് സക്സസ്സിലോട്ട് എത്തേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ പറയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കണ്ടെത്താനും അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാനും സാധിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം എനിക്ക് ഇത്ര പൊട്ടൻഷ്യൽസ് ഉണ്ട്, എനിക്ക് ഇന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേ ബി അവർ നിങ്ങളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്ത ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവർ തരുന്ന പണിയൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുമോ, അവിടെ എങ്ങനെ ആയിരിക്കും, ഇല്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല, എനിക്ക് പേടിയാവും, എൻ്റെ കൈയും കാലും വരയ്ക്കും, എനിക്കതിന് കഴിവില്ല. ഈ ഇല്ല 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 എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് ഇതേപോലെയാണ് അവസരങ്ങൾ എല്ലാവർക്കും. അതായത് അവർ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ എന്ന് പറയുന്നത് ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷനുള്ള എല്ലാവരെയും ലക്ഷ്യം വെച്ചിട്ടാണ്. അതുപോലെ ആ ഒരു ക്വാളിഫിക്കേഷൻ മേ ബി അതിനേക്കാൾ മേലെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ട് പോലും അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോലും നിൽക്കാതെ നിങ്ങളുടെ മൈൻഡ് പറയുന്നൊരു കാര്യമാണ് നീ അത് അപ്ലൈ ചെയ്യേണ്ട, നിനക്കത് കിട്ടൂല എന്നുള്ളത്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും പേനയും എടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക, എൻ്റെ നെഗറ്റീവ് തോട്ട് ഇന്നതാണ്, എന്നെ പുറകിലോട്ട് വലിക്കുന്നത് ഇന്ന തോട്ട്സ് ആണെന്നുള്ളത് കൃത്യമായി എഴുതി വയ്ക്കുക. ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. നിങ്ങളെ എന്ത് ചിന്തയാണ് പിറകോട്ട് വലിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. രണ്ടാമത്തെ പോയിന്റാണ് നമ്മുടെ ലിമിറ്റ് ബിലീഫ്സ്. അതെന്താണെന്ന് നോക്കുക. കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ നേരത്തെ ആനയുടെ കഥ പറഞ്ഞ പോലെ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഭയങ്കര അൺലക്കിയാണ്, ഞാൻ എന്ത് തുടങ്ങിയാലും പൊട്ടിപ്പോവും, ഞാൻ എന്ത് ചെയ്താലും ഫെയിലിയർ ആയി പോകും എന്നുള്ള തോട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് അത് ഫെയിലായ ടൈമിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, തുടക്കം തന്നെ എൻ്റെ കുട്ടിയുടെ ജോലിയുടെ കരിയർ തന്നെ തുടക്കം തന്നെ ഒരു ഫെയിലിയറിലാണല്ലോ, ഇനിയിപ്പോൾ എന്നാണാവോ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാവുകയാണാവോ. ഇത്തരത്തിൽ നിങ്ങളെ തന്നെ തളർത്തുന്ന എന്നേക്കുമായിട്ട് നിങ്ങളുടെ സ്നേഹത്തോട് തകർത്തെറിഞ്ഞിട്ടുള്ള കുറേ സ്ക്രിപ്റ്റ്സ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. എൻ്റെ ഒരു ബിസിനസ് പൊട്ടിയാൽ എന്താ, എനിക്ക് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ, ആരാ പറഞ്ഞത് ഇങ്ങനെ ഒരു ബിസിനസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാം ഫെയിൽ ആവും എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും പോകേണ്ടതല്ലേ? ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ടല്ലേ, ന്യൂ ബോൺ ജനിച്ചുറഞ്ഞുള്ള കുട്ടികളെ പുറത്ത് കാണിച്ചു കൊടുക്കണ്ട, യൂട്യൂബേഴ്സിൻ്റെ ഇത് പറയുന്ന കാര്യമുണ്ട്, പുറത്ത് കാണിച്ചു കൊടുക്കണ്ട. പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ല, കുട്ടികളുടെ ഫോട്ടോ പോലും കാണിച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ കുട്ടികളെ പോലും കാണിച്ചു കൊടുക്കില്ല. ഇന്നിപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസ് പ്രസവിച്ചിടുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലോട്ടാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഈ പറയുന്ന കണ്ണ് തട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരതിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അവരതിന് ബിസിനസ് ആക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ക്രിപ്റ്റുകൾക്കനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കുട്ടീനെ നാളെ ആൾക്കാർ കാണുന്ന സമയത്ത് കുട്ടിക്ക് അസുഖം വരുമെന്നാണ് നിങ്ങളുടെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ കുട്ടിക്കത് വരും. കാരണം നിങ്ങൾ അതിനനുസരിച്ചിട്ടാണ് കുട്ടീനെ പാമ്പർ ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം എത്ര ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടി മറ്റുള്ളവർ കാണുന്നത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടീനെ ആളുകൾ കാണുന്നത് കുട്ടി ആസ്വദിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾ പകർന്നു കൊടുക്കുന്ന സ്ക്രിപ്റ്റിൻ്റെയും ബിലീഫിൻ്റെയും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ തോട്ടിൽ ഇപ്പം നിൽക്കുന്നത്? അതായത് നിങ്ങളുടെ തോട്ട് ഉള്ളിലുണ്ട്, എനിക്ക് ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ സക്സസ് ആവില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ തന്നെ അതിനെ ചലഞ്ച് ചെയ്യുക. അതെന്തുകൊണ്ടാണ് ഞാൻ സക്സസ് ആവില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, എനിക്കത് സക്സസ് ആക്കാൻ പറ്റിയാലോ, ഡെഫിനറ്റ്ലി ഞാനത് ചെയ്യും. ആ ഒരു തോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാനും സക്സസ് ആക്കാനും സാധിക്കും. അടുത്ത പോയിന്റാണ് പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഭാഷ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് തന്നെ എടുത്തേക്കാം, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, മലയാളം മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം തന്നെ വരുന്നൊരു ചിന്തയാണ് എന്നെ കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളൊരു ബ്രിട്ടീഷ് ആക്സെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലാങ് ഒക്കെ എടുത്തിട്ട് ഒരു ആക്സെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണത്
എനിക്കിത് എന്താ സാധനം തന്നെ മനസ്സിലാവുന്നില്ല, എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. നിങ്ങളൊരു മനസ്സിനെ പറഞ്ഞ് അങ്ങോട്ട് ഫിക്സ് ആക്കി എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല എന്നുള്ളത്. ആര് ഇംഗ്ലീഷിൽ നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങളത് എന്താന്ന് പോലും ശ്രദ്ധിക്കാതെ അവരോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ മലയാളത്തിൽ പറ, നീ പറഞ്ഞ കാര്യം മലയാളത്തിൽ പറ എന്നുള്ളതാണ്. അപ്പം അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റീഫ്രെയിം ചെയ്യാണ്. എല്ലാ ദിവസവും ഒരു 10 വാക്ക് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമെ എന്നോട് ആരെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ആ വാക്കിൻ്റെ മലയാളം അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ട് അത് പിന്നെ എപ്പോൾ കേട്ടാലും എനിക്ക് ഓർത്ത് വെക്കാൻ പാകത്തിന് ഞാൻ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെയാണ് എല്ലാ കാര്യത്തിലും കേട്ടോ. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പറ്റൂല എന്നുള്ളതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾ റീഫ്രെയിം ചെയ്യുക. അങ്ങനെ റീഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ബ്രെയിന് തന്നെ പുതിയ പുതിയ ന്യൂറോ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി അതിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. 4ാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് അപാരമായിട്ടുള്ളൊരു പവർ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നാളെ ഒരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എത്ര വണ്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും. 1000 വണ്ടികൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഈ വണ്ടി ഏത് വണ്ടിയാണ് ബെറ്റർ, ഇന്ന ബ്രാൻഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് മോഡലാണ് ബെറ്റർ, എന്ത് കളർ എടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും, കുറേ റിവ്യൂസ് എടുത്തിട്ടുണ്ടാവും, കുറേ ആൾക്കാരത് ചോദിച്ചിട്ടുണ്ടാവും. അതും പോരാഞ്ഞിട്ട് നിങ്ങൾ തന്നെ വിഷ്വൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ നാളെ ആ ഒരു ഷോപ്പിൽ പോകുന്നു, അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അകത്തോട്ട് പോകുന്നു, അവർ തരുന്ന പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, ഞാൻ വണ്ടീൻ്റെ അകത്തോട്ട് കയറി ഇരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് ഉറങ്ങുന്ന സമയത്ത് പോലും വിഷ്വൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. നാളെ എനിക്ക് പോകണം. നിങ്ങൾ ടൂർ പോകുന്ന സമയത്താണെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കും. മേ ബി നിങ്ങൾ കൊടൈക്കനാൽ പോകണമെന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ കണ്ടും കേട്ടും പറഞ്ഞും അറിവുള്ള എല്ലാ വിഷ്വൽസും നിങ്ങൾ കാണും. അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നത് നിങ്ങൾ വിഷ്വൽ ചെയ്യും, നല്ല സ്വെറ്റർ ഇടുന്നത് വിഷ്വൽ ചെയ്യും. ഇങ്ങനെ കുറേ ചിന്തകൾ നിങ്ങളുടെ ദി ബെസ്റ്റ് വേർഷൻ നിങ്ങൾ അവിടെ വിഷ്വൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വിഷ്വൽ ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു 2 കൊല്ലം കഴിയുമ്പം എൻ്റെ പേഴ്സണൽ ഞാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ്റെ കരിയറിൽ ഞാൻ എന്തായിരിക്കും, എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തായിരിക്കും, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ എന്തായിരിക്കും എന്നുള്ളത് കണ്ണടച്ച് വിഷ്വൽ ചെയ്യുക. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വിഷ്വൽ ചെയ്യുന്ന ഒരു കാര്യത്തിലോട്ട് തീർച്ചയായിട്ടും ഇൻഷാല്ലാ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും കേട്ടോ. എമോഷണൽ ഇറഗുലേഷൻസ് നിങ്ങളെ പിടിച്ചു നിർത്തും. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് കരുതി എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പേടിയാവും, നെഞ്ചിടിപ്പ് കൂടും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 4, 7, 8 എന്നുള്ള കൗണ്ടിലോ അല്ലെങ്കിൽ 4, 6, 8 എന്നുള്ള കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതായത് 4 കൗണ്ട് ചെയ്യുന്നവരെ ഉള്ളിലോട്ട് എടുക്കുക, 7 വരെ ഹോൾഡ് ചെയ്യുക, 8 വരെ ഊതിക്കളയുക. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിനെ ഹയർ ചെയ്യാം. ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് മെൻറ്റർ ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് മെൻറ്ററിങ് കൊടുക്കാറുണ്ട്. ഗ്രൂപ്പ് മെൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 റുപ്പീസാണ് ഒരു മാസത്തേക്ക് വരുന്നുള്ളൂ. സൺഡേ അല്ലാത്ത എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്, ഗൈഡൻസ് കൊടുക്കാറുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ അതായത് വീക്ക്ലി ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ 2 ക്ലാസ്സോ നമ്മൾ കൊടുക്കും, ലൈവ് മെഡിറ്റേഷൻ കൊടുക്കും, അതേപോലെ അവരുടെ ആക്ടിവിറ്റീസ് ഡെയിലി ട്രാക്ക് ചെയ്യും. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മെൻറ്ററിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഗോൾ ഉണ്ടാക്കാനും ആ ഗോൾ സക്സസ് ആക്കാനും സെൽഫ് ലവ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പെയ്ഡായിട്ടോ പെയ്ഡ് അല്ലാഞ്ഞിട്ടുള്ള മെൻറ്ററിങ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വെച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ എൻ്റെ പോലെ തന്നെ വേറെ ആരെങ്കിലും മെൻറ്റർ ചെയ്യുന്നുണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്യാം. ഇനി ഞാൻ മെൻറ്റർ ചെയ്യുന്ന ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇതൊന്നും വേണ്ടാണ്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യുക, മൈൻഡിന് ഫോക്കസ് ഉണ്ടാക്കുക, ക്ഷമ, ദേഷ്യം ഇതൊക്കെ കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ തടയുന്നത്, നിങ്ങൾ നിരാശരായിട്ട് ഒരു വാക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലോ നിങ്ങളെ തളർത്താനായിട്ട് 100 ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തളർത്തുന്ന സമയത്ത് ഞാൻ തളർന്നു പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ പണി ഒരിക്കലും നടക്കില്ല. ഒരു ഫ്യൂ മിനിറ്റ്സ് മുന്നേ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു നെഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സക്സസ്സിലോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവും, നിങ്ങൾ അതിൽ വിഷമിച്ചിരിക്കും, അടുത്ത കാരണം വരും, നിങ്ങൾ വിഷമിച്ചിരിക്കും. അങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. സോ വേക്ക് അപ്പ്, എഴുന്നേറ്റ് പണിയെടുക്കുക കേട്ടോ. അടുത്ത പോയിന്റാണ് സ്മോൾ വിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു വലിയ ലക്ഷ്യം നോക്കി കാണുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ മൈൻഡിൽ തീരുമാനിക്കുകയാണ് എനിക്ക് അടുത്ത മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു അടുത്ത വർഷം ആകുമ്പോഴേക്കും എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ എൻ്റെ ചാനലിലോട്ട് കൂട്ടണം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണമല്ലോ എന്ന് എഴുതിയിട്ട് എനിക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ഓടി എത്തുമ്പോഴേക്കും വലിയ പാടാണ്. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ പാടാണ്. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് വരുന്ന 1 മാസത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് ലോങ് വീഡിയോസ് ഇടും. പോരാഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 2 or 3 ഷോർട്ട്
ഷോർട്ട് വീഡിയോസും കൂടെ ഞാനിടും. അങ്ങനെ ഞാൻ തീരുമാനിച്ച്. അതാണ് എൻ്റെ ഒരു സ്മോൾ വിൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഞാൻ ഒരു മാസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് എൻ്റെ മൈൻഡിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഏൺ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അടുത്ത മാസം അടുത്ത കടമ്പ, അടുത്ത മാസം അടുത്ത കടമ്പ, അങ്ങനെ മാസം 1000 വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒരു 10,000 വെച്ചിട്ടാണ് വരുള്ളൂ അല്ലേ. അപ്പം എനിക്ക് വേണ്ടത് ഒരു വർഷത്തേക്കാണ്. അപ്പം ഒരു വർഷം കൊണ്ടാകുമ്പോഴേക്കും ഒരു മാസം കൊണ്ട് എനിക്ക് 10,000 ഉണ്ടാക്കണം. അപ്പം 1000 ഉണ്ടാക്കി എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അടുത്ത മാസം ആകുമ്പോഴേക്കും 2000, 5000 എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴേക്കും 10,000, 20,000 എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ഒരു സക്സസ്, ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അതൊരു സക്സസ് ആണ്. ആ സക്സസ്സിൽ നിന്ന് നമുക്ക് വീണ്ടും 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 കൂടുതൽ സ്റ്റെപ്സ് എടുത്ത് വെക്കാനായിട്ട് മോട്ടിവേഷൻ കിട്ടണം. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 പേജ് വായിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കണം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു പേജ് അങ്ങനെ തപ്പിത്തടഞ്ഞിട്ടൊക്കെയാണ് വായിക്കുന്നത്. ഒരു 10 പേജ് നിങ്ങൾ ഒരു ദിവസം വായിച്ച്, രണ്ടാമത്തെ ദിവസം വായിച്ചു, മൂന്നാമത്തെ ദിവസം വായിച്ച്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ സ്പീഡ് എന്തായിരിക്കും? ഹെവി ആയിരിക്കും അല്ലേ? കാരണം നിങ്ങൾക്ക് ഭയങ്കര ഫ്ലോയിൽ വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ 10 പേജ് വായിച്ചാൽ നിങ്ങൾക്ക് 20 പേജ് 25 പേജ് വായിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ അതുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആണ്, ഭയങ്കര ഫ്ലുവൻ്റ് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതേപോലെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ പാർട്ടാക്കി ചെറിയ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക. അടുത്ത പോയിന്റാണ്, അതായത് 7ാമത്തെ പോയിന്റാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കില്ല. അതായത് ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് അത് ഫെയിലായി, അടുത്ത ബിസിനസ് ചെയ്ത് അത് ഫെയിലായി. അപ്പോൾ എൻ്റെ മൈൻഡിൽ എല്ലാ കാര്യങ്ങൾക്കും കണക്കുണ്ടായിരിക്കണം. അതായത് ഞാൻ ലാസ്റ്റത്തെ ബിസിനസ് ചെയ്യാനായിട്ട് ഇത്ര പൈസ ചിലവാക്കി, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതിൽ ഇന്ന ലോസ് എനിക്ക് വന്നു. അടുത്ത ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു, അതിൽ ഇന്ന ലോസ് എനിക്ക് വന്നു. ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതായത് തോമസ് എഡിസന്റെ, എനിക്ക് തോന്നുന്നു അവരുടെ തന്നെയാണ് ആ കോട്ടെന്ന് തോന്നുന്നു, ഒരു കോട്ടുണ്ട്, ഞാൻ 1000 തവണ തോറ്റിട്ടില്ല, പകരം ഞാൻ 1000 വഴികൾ, അതായത് 1000 മാർഗങ്ങൾ, വിജയിക്കാൻ കാരണമല്ലാത്ത 1000 മാർഗങ്ങൾ കണ്ടുപിടിച്ചു. അതായത് ഈ 1000 വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ സക്സസ്സിൽ എത്തൂല എന്നുള്ളത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്നുള്ളത്. അതായത് തോറ്റു പോകുമ്പോൾ തന്നെ ഓക്കെ, ഇനി എനിക്ക് ഒന്നുമില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല, ഞാൻ അവിടെ തോറ്റു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളവിടെ കെട്ടിപ്പിടിച്ച് ആ തോൽവിയും കെട്ടിപ്പിടിച്ച് അതിൻ്റെ പെയിനും ആസ്വദിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ 1ാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ തലയിൽ ആദ്യം വരുന്നൊരു കാര്യമുണ്ട്, നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവുകളുടെ ബില്ല് അഫോർഡ് ചെയ്യാത്ത ഒരാളും നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും അത് നിങ്ങളെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങളുടെ ബില്ല് അവർ അഫോർഡ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊന്ന് വീണ് കിടക്കുന്ന സമയത്ത് നിങ്ങളെ താങ്ങാൻ അവരുണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് എമോഷണലി, മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് തരുന്ന ആളുകൾക്ക് പുറമെ ഒരു കാര്യവുമില്ലാണ്ട് നിങ്ങളെ പുറത്ത് നിന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അവർ നിങ്ങളുടെ കുറിച്ച് ഒന്നും അറിയാതെ, അതായത് നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് വർത്തമാനം പറയുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഒരു എന്താ പറയുക, സദുപദേശമോ അല്ലെങ്കിൽ മോശം ഉപദേശമോ ഒന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എന്താ വെച്ചാൽ അവരിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നന്നായി കാണുക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്, അതായത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആയിക്കൊള്ളുന്നില്ല, അവരുദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചിട്ട് പോലും അവർ നിങ്ങളെ തളർത്താനായിട്ട് ശ്രമിക്കും. സോ തളർത്താനായിട്ട് ശ്രമിക്കുന്നിടത്ത് തളർന്ന് വീഴാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനേ സാധിക്കില്ല. വീഴ വീണ്ടും എണീക്കുക, വീഴ വീണ്ടും എണീക്കുക, വീണ്ടും എണീക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേ തവണ എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടും. സോ ആ ഗ്രിപ്പിൽ പിടിച്ച് നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, ഹൈ പോയിൻറ്റ്സ് ഉണ്ട്. വീക്കിലി നിങ്ങൾക്ക് 3 ഹൈ പോയിൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പറ്റുമെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണമെങ്കിൽ എനിക്ക് തരാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.